അതുവരെ ഈ നിയമ പോരാട്ടം ഉണ്ടാവും. പിന്നെ കാക്കി അഴിച്ചു വെച്ച നുഹ്മോനും ശരിയാണ്, ഇവിടത്തെ സാധാരണക്കാരനും ശരിയാണ്. ആ നുഹ്മോൻ ഈ വഴിക്കട പോകുമ്പോ ഏതെങ്കിലും ഒരു യൂത്ത് കോൺഗ്രസ്സുകാരൻ ചെകിട്ടിൻറ്റടിച്ചാൽ പ്രിയപ്പെട്ട പോലീസുകാരാ 353 വകുപ്പ് നിലനിൽക്കില്ല എന്നത് ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുക. അത് നുഹ്മോനെ മാത്രമല്ല, ഈ നിൽക്കുന്ന ഓരോ പോലീസുകാരോടുവാ. കാക്കി അഴിച്ചു വെച്ച പിന്നെ സാധാരണക്കാരനാണ്. കാക്കി അഴിച്ചു വെച്ച് ഈ തെരുവിലേക്ക് ഇറങ്ങിയാൽ സാധാരണക്കാരനാണ്. ആ സാധാരണക്കാരനെ അടിച്ചാൽ പോലീസിനെ കൈയേറ്റം ചെയ്തു എന്നുള്ള കേസില്ല. അതുകൊണ്ട് നുഹ്മോൻ മാത്രമല്ല, 4 വേറെ പോലീസുകാരുണ്ട്. 2 പേർ CPM-ന്റെ അസോസിയേഷന്റെ ആളുകളാണ്. ഇവരോടൊക്കെ ഒന്നായി പറയാൻ ആഗ്രഹിക്കുക, ഈ പിണറായി വിജയൻ എത്ര കാലമുണ്ടോ നിങ്ങൾക്ക് സംരക്ഷണം ഒരുക്കാൻ? കൂടി വന്നാൽ 3-4 മാസം, എന്നിട്ട് ഈ പിണറായി വിജയൻ തന്നെ ജയിലിലേക്ക് പോകാൻ പോവുകയാണ്. പിന്നെയാണ് പിണറായി വിജയന്റെ വാലാട്ടുന്ന കുറെ പോലീസുകാർ. അപ്പൊ അതുകൊണ്ട് യൂത്ത് കോൺഗ്രസ് അതിശക്തമായ സമരം നടത്തും. ഇവിടെ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റും DCC പ്രസിഡന്റും ഇവിടെ ആവർത്തിച്ച് വ്യക്തമാക്കി, നുഹ്മോൻ കാക്കിയിട്ട് മലപ്പുറത്തിന്റെ തെരുവിലിറങ്ങിയാൽ അവന്റെ കൈയും കാലും തല്ലി ഓടിക്കുമെന്നുള്ള കൃത്യമായ പ്രസ്താവന DC പ്രസിഡന്റ് നടത്തി. അത് ചെയ്യാൻ മടിയില്ലാത്തവരാ നമ്മൾ. പക്ഷേ അത് ചെയ്യാത്തത് ഈ നാട്ടിന്റെ ജനാധിപത്യം, ഈ നാട്ടിലെ ഭരണഘടന അത് നമ്മൾ ഉണ്ടാക്കിയതുകൊണ്ട് മാത്രം. ഞാനും നിങ്ങളും പേരുന്ന ഈ പ്രത്യയശാസ്ത്രവും ഈ പാർട്ടിയും ഈ നാട്ടിൽ ജനാധിപത്യവും ഭരണഘടനയും ഈ നിയമം ഉണ്ടാക്കിയതുകൊണ്ടാ നമ്മൾ നിയമം കയ്യിലെടുക്കാത്തത്. പക്ഷേ ബ്രിട്ടീഷുകാരനും ഇങ്ങനെ തന്നെയായിരുന്നു. ആ നിയമം ഞങ്ങൾ കയ്യിലെടുത്തിട്ടുണ്ടെങ്കിൽ ഈ കേരളം എന്ന ഇട്ടാവട്ടത്ത് മാത്രം ചുറ്റിക്കളിക്കുന്ന CPM-ന്റെ വാലാട്ടികളായ പോലീസുകാരോടും ഞങ്ങൾ പകരം ചോദിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ധർണാ സമരം, ഈ സൂചനാ സമരം, ഇത് സൂചനാ സമരമാണ്. നമ്മളിന്ന് വേറെ വിഷയങ്ങൾക്കൊന്നുമല്ല വന്നത്. നമ്മളിന്ന് ഇവിടെ വന്ന ഒരു പ്രതിഷേധം നടക്കണം. ആ വീട്ടുകാരുൾപ്പെടെയുള്ളവരെ കാര്യമറിയിക്കണം, ഈ നാട്ടുകാരെ കാര്യമറിയിക്കണം. കാരണം ഇവിടെ നിന്ന് രാവിലെ കാക്കിയിട്ട് പോകുന്നവൻ സ്റ്റേഷനിൽ ചെന്ന് പാവപ്പെട്ട ആളുകളെ ആക്രമിക്കുകയാണെന്നുള്ള സത്യം വെളിവാക്കണം. അതിനുവേണ്ടിയാണ് നമ്മൾ ഇവിടെ വന്നത്. പക്ഷേ പ്രിയപ്പെട്ട പോലീസുകാരാ, ഒരു വരവ് കൂടി ഞങ്ങളെ വരുത്തരുത് എന്ന് പറയാൻ ആഗ്രഹിക്കുക.